തലവേദന തുടങ്ങിയിട്ട്? 2 മാസമായി. ഓക്കെ. എവിടെയായിട്ടാ വേദന? ഇവിടെയാണോ? അവിടെയായിട്ട്. ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? ഇടയ്ക്ക്. ഒരു മിനിറ്റ് ഒരു കോളം എടുക്കട്ടെ. ഹലോ, സർക്കാർ പറഞ്ഞോ. സ്ട്രോക്ക് ആണല്ലേ? ഓക്കെ. വിൻഡോ പീരീഡ് ആണോ? അല്ല, വിൻഡോ പീരീഡ് കഴിഞ്ഞു. ഓക്കെ. ശരി, എന്നാൽ അഡ്മിറ്റ് ചെയ്തേക്കോ കേട്ടോ. ഞാൻ ICUയിൽ വന്ന് കാണാം. ഓക്കെ. BP ഒന്ന് നോക്കിയേക്കണേ പ്രത്യേകം. ഓക്കെ, ശരി എന്നാൽ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അഡ്മിഷൻ. ഇതാ പുതിയ അഡ്മിഷൻ. ഓക്കെ. റൈറ്റ് ഹെമിപ്ലേജിയ അല്ലേ? വലത്തെ കൈ ഒന്ന് പൊക്കിക്കേ. ഇടത്തെ കൈ. വലത്തെ കാല് പൊക്കിക്കേ. ഇടത്തെ കാല് പൊക്കിക്കേ. 0.5 വന്നപ്പോ 4/5 ഉണ്ടായിരുന്നല്ലോ. 4/5 ഉള്ളൂ. സർക്കാർ BP എത്രയുണ്ട്? വന്നപ്പോ ഒരു 170-90 ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ NTG കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു 110-70 ഉണ്ട് ഞാനിപ്പോ BP. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. പലപ്പോഴും രക്തക്കുഴൽ, തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ ബ്ലോക്ക് ആവുകയോ അല്ലെങ്കിൽ രക്തക്കുഴൽ പൊട്ടുകയോ ചെയ്യുമ്പോഴാണ് സ്ട്രോക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ രക്തക്കുഴൽ ബ്ലോക്ക് ആയാൽ ശരീരം നമ്മളുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് നമ്മളുടെ BP കൂട്ടി വയ്ക്കുക എന്നുള്ളത്. പലർക്കും ഇതറിയില്ല. അപ്പോൾ സ്ട്രോക്ക് വന്നാൽ, പ്രത്യേകിച്ച് രക്തക്കുഴൽ ബ്ലോക്കായ ഒരു സ്ട്രോക്കിനെ നമ്മൾ ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും. സ്ട്രോക്ക് വന്നാൽ ഉടൻ തന്നെ BP പെട്ടെന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് പലരുടെയും ധാരണ. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, രോഗികൾ പറയുന്നു, വീട്ടിൽ വെച്ച് അച്ഛന് പെട്ടെന്ന് നാവിനൊരു കുഴിച്ചിലുണ്ടായി, ഒരു സൈഡ് ബലക്കുറവുണ്ടായി, ഞങ്ങൾ ഓർത്തു BP കൂടിയതായിരിക്കും, ഉടനെ തന്നെ BPയുടെ ഒരു മരുന്ന് കൊടുത്തു, BP നല്ല കുറച്ച് ഞങ്ങൾ രോഗിയെ ഇവിടെ എത്തിച്ചു. അപ്പോൾ പലപ്പോഴും BP പെട്ടെന്ന് കുറയ്ക്കുന്നത് വഴിക്ക് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം പെട്ടെന്ന് തന്നെ കുറയുകയാണ്. അതുമൂലം സ്ട്രോക്ക് കൊണ്ടുള്ള ബലക്കുറവ് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രോഗിക്ക് സ്ട്രോക്ക് വന്നു എന്നുള്ളൊരു സംശയം വന്നാൽ ഉടനെ തന്നെ BP നോക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അത് ആശുപത്രിയിൽ എത്തിച്ച് എന്ത് തരം സ്ട്രോക്കാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ BP കുറയ്ക്കാനുള്ള മെഡിസിൻ കൊടുക്കാൻ പാടുകയുള്ളൂ.